ഗുഡ് മോർണിംഗ്. എല്ലാവരും എന്തെടുക്കുന്നു? ഇന്ന് നല്ലൊരു സാറ്റർഡേ ആണ്. ഇന്ന് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ വളരെ ഫ്രീ മൈൻഡഡ് ആയിട്ടിരിക്കുന്ന ഒരു ഡേ ആണ്. കാരണം ജോസുകുട്ടൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞു. എല്ലാ അമ്മമാരെ പോലെയും ഞാനും വളരെ ഫ്രീ ആയിട്ട് അവരുടെ എക്സാമിൻ്റെ തിരക്കും അവരുടെ ടെൻഷനും എല്ലാം തീർന്ന് ഫ്രീ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് എൻ്റെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗാർഡനിലേക്ക് കടന്ന് കുറച്ച് ഗാർഡൻ പണികളൊക്കെ ചെയ്യണം. അപ്പോൾ കുറച്ചധികം നാളുകളായിട്ട് നമുക്ക് പെൻഡിങ് ഉള്ള നമ്മുടെ മനസ്സിൽ കുറേ പ്ലാനിങ് ഉണ്ട്, നടക്കാത്ത ഒത്തിരി വർക്കുകൾ നമ്മുടെ ഗാർഡനിലുണ്ട്. അപ്പോൾ ഇതിനിടയിൽ വീട്ടിൽ കുറച്ച് പെയിൻറ്റിങ് വർക്കും ഒക്കെ നടന്നു. അപ്പോൾ നമ്മൾ ചെടികളൊക്കെ പല സ്ഥലത്തേക്കും മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഈ തെങ്ങിൻ ചോട്ടി കാണുന്നത് ഞാൻ വളരെ കുറച്ച് ഗ്രാസിൽ നിന്ന് നട്ട് പിടിപ്പിച്ചെടുത്ത എൻ്റെ ഒരു ചെറിയ ലോൺ ഏരിയ ആണ്. നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി വരുമ്പോൾ ഡോർ ഇറങ്ങി തുറന്ന് പുറത്തേക്ക് വരുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ച ഇതാണ്. അപ്പോൾ ആ ചെറിയ ചെറിയ നാമ്പുകൾ നട്ട് അത് ഇപ്പോൾ നല്ല തിക്കായിട്ട് നല്ല ഡാർക്ക് ഗ്രീൻ കളറിൽ കാണുമ്പോൾ അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എപ്പോഴും ഞാൻ ചെടി നനയ്ക്കുമ്പോൾ ആദ്യം ഈ ലോൺ നന്നായി നനച്ചു കൊടുക്കും. അപ്പോൾ അത് നമുക്ക് ഈ സമ്മറിലൊക്കെ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുളിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന അതേ ഫീലാണ് ആ ചെടികൾക്കും. അവർ നന്നായി വെള്ളമൊക്കെ നനച്ച് കഴിയുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. ആ പച്ചപ്പ് കൂടുതൽ എടുത്ത് കാണാൻ സാധിക്കും. അവിടെ ഇപ്പോൾ കുറച്ച് ഏരിയയിലൊക്കെ ഗ്രാസ് ഇല്ലാതെ നിൽക്കുന്നത് അവിടെയും ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ അത് കുറച്ച് അത് കൂട്ടി കൊണ്ടുവന്ന് അവിടെയും ആയതായിരുന്നു. പക്ഷേ ഈ പെയിൻറ്റിങ്ങിൻ്റെ ടൈമിൽ കുറേ സാധനങ്ങൾ ഷിഫ്റ്റൊക്കെ ചെയ്തപ്പോൾ അവിടെ കുറേ ഷീറ്റുകളും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് കുറേയൊക്കെ കരിഞ്ഞു പോയി. നമ്മൾ ഈ ഒരു ഗ്രാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഗ്രാസിൽ ഒരു തടസ്സവും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഡെയിലി അതിലെന്തെങ്കിലും കരിയില വീണിട്ടുണ്ട് അല്ലെങ്കിൽ പുല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ പ്രത്യേകിച്ച് ഒരു വളപ്രയോഗം ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഒരു ഏരിയയിൽ പച്ചപ്പ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോർണർ സെലക്ട് ചെയ്ത് അത്രയും ഏരിയയിലൊരു പുൽത്തകിടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിത് നനയ്ക്കുമ്പോൾ തെങ്ങും കൂടെ നനച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ തെങ്ങിൻ്റെ ചുവട്ടിലാണല്ലോ നിൽക്കണം. അപ്പോൾ ആ തെങ്ങിൻ്റെ ആ പോർഷനോടെ നനയ്ക്കുമ്പോൾ അവിടെ പഴയ ഡ്രൈ ആയി പോയ മോസസൊക്കെ അതിൻ്റെ പച്ച കളറും കൂടി എടുത്ത് കാണും. അപ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻസ് നനയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. പല ഭാഗങ്ങളിലും വെക്കുന്ന ചെടികൾ കുറേയൊക്കെ കരിഞ്ഞു പോയി. റോസൊക്കെ നന്നായി പൂവുണ്ടായതാണ്. പിന്നെ നമ്മൾ മാറ്റി വെച്ചപ്പോൾ ഈ ഏരിയയിൽ കുറേ ചട്ടികൾ നമുക്ക് ആ ഏരിയയിൽ കടക്കാൻ പോലും പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ കുറച്ച് ചെടികളൊക്കെ പല സ്ഥലത്തേക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കണം. ഇപ്പോൾ സ്നേക്ക് പ്ലാന്റുകളൊക്കെ ഒരു സ്ഥലത്ത് അങ്ങനെ നമുക്കൊന്ന് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് വയ്ക്കണം. അപ്പം ജോസുകൂട്ടൻ വരുന്നുണ്ട്. ജോസുകൂട്ടൻ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോൾ ഏത് ഏരിയയിൽ ഞാനിങ്ങനെ ഗാർഡനിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തോ ഏതെങ്കിലും ഏരിയ ക്ലീൻ ചെയ്യുമ്പോൾ ജ്യൂസ് അടുത്ത് വന്നിട്ട് അപ്പോൾ അവൻ്റെ പ്ലേ സ്റ്റേഷനാക്കണം. അപ്പോൾ എന്നോട് ചോദിക്കാൻ ഇപ്പോൾ ഇവിടെ നല്ല ഭംഗിയായല്ലോ, അപ്പോൾ അവനവിടെ പ്ലേ സ്റ്റേഷൻ ആക്കിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്തില്ല. കാരണം അവനെയും കൂടെ കൂടി ഉൾപ്പെടുത്തി ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ അവന് വെക്കേഷനൊക്കെയാണ്. അപ്പോൾ അവനത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ നടക്കില്ല. അപ്പോൾ ഞാൻ മൈൻഡ് ചെയ്യാതായപ്പോൾ ആശാനങ്ങ് പോയി. പിന്നെ അവിടെ നിന്നുള്ള കല്ലുകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുറച്ച് ചട്ടികളൊക്കെ ആ ഒരു നിരയിലേക്ക് വെക്കണം. അങ്ങനെ അവിടെ നടക്കാനും ഒരു ഏരിയ ഉണ്ടാക്കിയെടുത്താലാണ് ഞാൻ ഉദ്ദേശിച്ച പോലെ എൻ്റെ പ്ലാൻസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒന്നും എവിടെയും അങ്ങോട്ട് എത്തുന്നില്ല. നമുക്കൊരു കണ്ടിന്യൂസ് കുറച്ച് അധികം ടൈം കിട്ടിയാലാണ് നമ്മൾ പ്ലാൻ ചെയ്ത രീതിയിൽ ഈ പ്ലാന്റ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്നേക്ക് പ്ലാന്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ഗാർഡനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഗാർഡനിങ് ഇഷ്ടമുള്ളവർക്ക് ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. പ്രത്യേകിച്ച് കെയറോ ഒന്നും വേണ്ടാത്തൊരു പ്ലാന്റാണ് സ്നേക്ക് പ്ലാന്റ്. അതിൻ്റെ പല വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിൽ ഈ ഒരു ചട്ടി എന്ന് പറഞ്ഞാൽ ഗ്രീനും യെല്ലോയും പിന്നെ ഇതിൻ്റെ തന്നെ ഗ്രീനായിട്ടുള്ളതും ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. ആ മൂന്നാമത് വെച്ച ചട്ടി എന്ന് പറഞ്ഞാൽ മൺചട്ടിയാണ്. അപ്പോൾ അതിന് ഒത്തിരി വെയിറ്റ് കൂടുതലായിരുന്നു. ഞാൻ കുറച്ച് ദൂരെ നിന്ന് എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ അതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ കുറച്ചധികം സ്നേക്ക് പ്ലാന്റിൻ്റെ ചട്ടികൾ എൻ്റെ അടുത്തുണ്ട്. അതിങ്ങോട്ട് കൊണ്ടുവരാൻ ഇപ്പോൾ അതവിടെ ഇരിക്കുന്നിടത്ത് ഇപ്പോൾ തണലത്താണ് ഇരിക്കുന്നത്. അപ്പോൾ സമ്മറിൽ മാക്സിമം ഷെയ്ഡ് കിട്ടുന്ന ഏരിയയിലേക്ക് നമ്മുടെ ചെടികളെയൊക്കെ മാറ്റി വയ്ക്കുക. അപ്പോൾ അത്രയും കുറച്ച് വെള്ളവും നമുക്ക് കൊടുത്താൽ മതി. വെള്ളത്തിൻ്റെയും ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ എല്ലാം നോക്കി ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഈ വരുന്നത് ഒരു പച്ച കളറ് ഫുൾ പച്ചയായിട്ടുള്ള ഒരു ഗ്രീൻ കളറിലുള്ളൊരു സ്നേക്ക് പ്ലാന്റ് ആണ്. അപ്പോൾ ഈ 4 ചട്ടികൾ ഞാൻ അവിടെ വെച്ചു. അപ്പോൾ ഇത് പോയ ഏരിയയിലൊക്കെ കുറച്ച് സ്ഥലം കിട്ടും. അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ
നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇങ്ങനെ സമ്മറിൽ ഷെയ്ഡിൽ വെക്കുക. അപ്പോൾ ഷെയ്ഡൊക്കെ ഉണ്ടോ എന്ന് നോക്കി അവിടെ വെക്കുക. അപ്പോൾ അത്രയും കുറച്ച് വെള്ളം നമുക്ക് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് ഈ ചട്ടികളും ഞാനൊന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം നമ്മുടെ കൊറോണ ടൈമിലൊക്കെയാണ്. അപ്പോൾ ആ ടൈമിലൊക്കെ ഒത്തിരി ലെങ്തി വീഡിയോകൾ കാണാനും ആൾക്കാരുണ്ടായിരുന്നു, ഒത്തിരി വീഡിയോകൾ നമ്മൾ ചെയ്യുമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഷോർട്സ് റീൽസിൻ്റെയൊക്കെ ഒരു ടൈം ആയതുകൊണ്ട് കൂടുതലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഷോർട്സാണ്. അപ്പോൾ ലാസ്റ്റ് ഞാൻ എൻ്റെ പ്ലാന്റ് സ്റ്റാൻഡിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഓഫീസിൽ ചെന്നപ്പോൾ ഒരു കുട്ടി ആളുടെ അമ്മ എൻ്റെ വീഡിയോ വീട്ടിലിരുന്ന് കാണുന്നത് അപ്പോൾ ആ കാര്യം പറഞ്ഞു. അപ്പോൾ ഒപ്പം തന്നെ അങ്ങനെ ഒരു സ്റ്റാൻഡ് വേണമെന്നുള്ള ആഗ്രഹവും പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ അത് കണ്ടിട്ട് ആ കുട്ടി അത് എന്നോട് വന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാക്കി. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നമ്മുടെ വ്യൂവേഴ്സിന് ഇഷ്ടമുണ്ട്. വീണ്ടും ഞാൻ തിരിച്ചു വന്നിട്ട് അപ്പോൾ അതെന്നോട് ഷെയർ ചെയ്ത ആ കുട്ടിയോടും എൻ്റെ വളരെ വലിയൊരു താങ്ക്സ്. അഞ്ജന എന്നാണ് ആളുടെ പേര്. അപ്പോൾ അതുപോലെ തന്നെ വീണ്ടും ഞാൻ വന്നിട്ട് എൻ്റെ ലോണിൽ ഈ ഒരു ഗ്രാസിൻ്റെ പ്രത്യേകത, ഞാൻ എത്ര തന്നെ നനച്ചാലും എനിക്ക് മതിയാകില്ല. അപ്പോൾ എത്ര തന്നെ അതിനെ മോടി പിടിപ്പിച്ചാലും നമ്മൾ ഈ പെൺകുട്ടികളെ അമ്മമാർ ഒരുക്കുന്ന പോലെ എത്ര ചെയ്താലും എനിക്ക് മതിയാവില്ല. അത് വീണ്ടും നനയ്ക്കുക, അത് കണ്ടുകൊണ്ടിരിക്കുക, അതിൻ്റെ ആ പച്ചപ്പ് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുക എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഷോർട്സ് അല്ലാതെ ഒരു ലോങ് വീഡിയോ ഞാൻ ചെയ്യുന്നത്. എന്നും ഞാൻ വിചാരിക്കും, പക്ഷേ തിരക്കുകൾ കൊണ്ടും ഇപ്പോൾ ഒന്ന് തിരക്ക് കാരണം അതൊക്കെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത് ചെയ്തു. അപ്പോൾ ഞാൻ വോയിസും കൊടുത്ത് അപ്ലോഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എല്ലാവർക്കും നല്ലൊരു സാറ്റർഡേ നേരുന്നു. നല്ല രീതിയിൽ നല്ല പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ബൈ.